ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നേ ഒരു ദാരുണമായ ഒരു കഥയാട്ടോ. ഞാനൊരു 5-6 ദിവസത്തേക്കൊരു ടൂർ പോയി. അപ്പോൾ അതുവരെ മഴയൊക്കെ ഇങ്ങനെ പെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു മഴ പെയ്യും, പിള്ളേരെയൊക്കെ നനച്ചോളും എന്ന് വിചാരിച്ച് ചെടിയൊക്കെ എടുത്ത് പതുക്കെ വെയിലത്തിൻ്റെ അരികിലോട്ടൊക്കെ വെച്ച് കൊടുത്തേച്ചിട്ട് ഞാനങ്ങ് പോയേ. ഞാൻ വന്നപ്പോഴത്തേക്കും കണ്ടോ, കാറ്റ് വന്ന് ഇതൊക്കെ തലയും കുത്തി മറിച്ച് ഇതിൻ്റെ പൂവ് ഇതിൻ്റെ 2-3 കൊലയുണ്ടായിരുന്നു, അതെല്ലാം തലയും കുത്തി മറിഞ്ഞ് മുറ്റത്ത് കിടപ്പുണ്ട്. പിന്നെ ചെടികളുടെ പൂക്കളെല്ലാം വാടിക്കരിഞ്ഞ്, കാരണം എൻ്റെ ചൂട്ടിലും വെള്ളമില്ല, അന്തരീക്ഷവും ഭയങ്കര ചൂട്. അങ്ങനെ ഇതെല്ലാം വാടിക്കരിഞ്ഞ് ആകെ നാശകോശമായി. അതുകൊണ്ട് ഇതിനകത്തെ ചെടിയെല്ലാം വാടിക്കരിഞ്ഞ് പോയി. ഞാനിട്ട് അതെടുത്ത് ദൂരക്കളഞ്ഞു. വെള്ളം ഒഴിച്ചില്ല, വെള്ളം ഒഴിക്കാൻ പറ്റിയില്ല എനിക്ക്, അതുകൊണ്ടാണ് കേട്ടോ. ഇതെല്ലാം നല്ലതുപോലെ പിന്നെ വാടിയാണ് നിന്നത്, നല്ലപോലെ വാടി നിന്ന് വെള്ളം ഒഴിക്കാതെ. ഇതുപോലെ ഇതിൻ്റെ ക്ഷീണം ഇതുവരെ മാറിയില്ല. അപ്പോൾ ഞാൻ ഈ ചെടി കുറച്ച് ഒരാൾക്ക് 1-2 പേർക്കൊക്കെ കൊടുക്കാമെന്നൊക്കെ ഞാൻ പറഞ്ഞതാണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ നല്ല മഴയൊക്കെ പെയ്തിട്ട് കൊടുത്താൽ മതിയെന്ന് ഞാൻ തന്നെ അങ്ങ് വിചാരിച്ചു. കാരണം ഉണ്ടല്ലോ, ഈ ചൂടിന് ഇതെടുത്ത് വല്ല ബോക്സിനകത്തൊക്കെ വെച്ച് വരിഞ്ഞ് കെട്ടി ഞാനങ്ങ് വെക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, ചിലപ്പം വരിഞ്ഞ് കെട്ടിയൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ അതുപോലെ പഴുത്തും പോയെന്നും ആയിരിക്കില്ല. എത്ര രൂപയുടെ മുതലാണ്, എത്ര രൂപ കൊടുത്ത് വാങ്ങിയതാണെന്നറിയാവോ. വാങ്ങിയത് കൊണ്ട് ഇവിടെ ഞാൻ നട്ടുപിടിപ്പിച്ചതൊക്കെ ഉണ്ട്. എന്നാലും ആദ്യമേ തന്നെ ഞാൻ അതൊക്കെ കാശ് കൊടുത്ത് മേടിച്ചതല്ലേ. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാനിത് കൊടുക്കാതെ ഇരിക്കുക. നന്നായിട്ട് മഴ അങ്ങ് പെയ്യട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ നോക്ക്, തിണ്ണയിൽ ഇരുന്ന് ഈ വരാന്തയിലിരുന്നാണ് വെള്ളമില്ലാതെ അതൊക്കെ കണ്ടോ എങ്ങനെയായെന്ന് കണ്ടോ. ഞാൻ പിന്നെ മുറ്റത്ത് വന്നേച്ചിട്ട് ഞാൻ പിള്ളേരെ ഒന്ന് നോക്കി വെച്ചിട്ട് വേഗം തന്നെ വെള്ളം ഒഴിച്ചതിന് ശേഷമാണ് ഞാൻ പെരക്കകത്തോട്ട് കയറിയത്. തിണ്ണയിലോട്ട് ഞാൻ കയറി, എൻ്റെ വരാന്തയിലോട്ട് ഞാൻ കയറിയത്. അത്രയും സങ്കടകരമായിപ്പോയി. ഇവിടെ അങ്ങനെ വെള്ളം ഒഴിച്ച് തരാൻ പറയാനായിട്ട് ആരൊന്നും ഇല്ലേ. അതാണ് ഞാൻ വിചാരിച്ചിനി വേണ്ട പോട്ടെ, പറ്റും. എന്നായാലും 1-2 ദിവസം ഏതായാലും മഴ പെയ്യുന്ന ഓർത്ത് കടലാസ് ചെടികളെല്ലാം ഇലകളെല്ലാം വാടിക്കരിഞ്ഞു. കരിഞ്ഞിട്ടിപ്പോൾ വന്ന പാടെ വെള്ളം ഒഴിച്ചതുകൊണ്ട് അതെല്ലാം സങ്കരമായ സംഭവം. ഇതെല്ലാം ഈ ചട്ടിക്കകത്തോട് ചെടി ഞാൻ നട്ടതാണോ എന്നും കൂടെ അറിയത്തില്ല. ഇതുകൊണ്ടോ ചെടികൾ കൂടെ നിൽക്കുന്നത് എങ്ങനെയാണ്, എല്ലാം നശിച്ച് കഴിയണ്ടോ. അതാണ് നമ്മളെവിടെയെങ്കിലും ഒന്ന് പോകണമെന്ന് വരികിൽ നമുക്കുണ്ടാകുന്ന ഒരവസ്ഥയാണിത്. അപ്പം നമുക്കങ്ങനെ ആരുമില്ലാത്തതാണെങ്കിൽ എത്ര കളറുണ്ടെന്ന് പറഞ്ഞാൽ അതെല്ലാം ചൂട്ടിൻകള പോലെയാണ് നിൽക്കുന്നത്. പിന്നെ ഇതിന്ന് മഴ പെയ്തു, ഇന്ന് ദിവസവും രാവിലെയും വൈകുന്നേരം വെള്ളമൊക്കെ ഒഴിച്ച് ഒരു ശകലം പച്ചപ്പ് വന്നിട്ടുണ്ട്. ഇത് ചുമലയുണ്ട്, റോസും ഉണ്ട്. അതുകൊണ്ട് ഇതിൽ പൂ വന്ന സാധനം കണ്ടോ, കരിഞ്ഞ് നിൽക്കുക, കരിഞ്ഞ്. പിന്നെയുള്ളത് എൻ്റെ ഈ സാധനം കണ്ടോ, വെള്ളം ഒഴിക്കാഞ്ഞിട്ട് ഇത് പോയില്ല. അതിനിപ്പോൾ ഞാൻ വന്ന് വെള്ളം നേരെ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് കറ. കറ മുഴുവൻ ഇങ്ങനെ മഞ്ഞച്ച് നിൽക്കുകയാണ്. പോവുകയാലോ എന്നറിയില്ല. അത് വലിയ സങ്കടത്തിലാണ് ഞാനുള്ളത്. എത്ര രൂപയുടെ ചെടികളാണെന്നറിയാമോ. ഇതൊക്കെ എങ്ങനെയുണ്ടെന്ന് ഇത് കണ്ടോ മക്കളെ, ഈ ചെടികളൊക്കെ കരിഞ്ഞുണങ്ങി പോയതുകൊണ്ടോ. ഇതാണ് നമ്മുടെ ആന്തോറിയം കണ്ടോ, എല്ലാം ആടിക്കരിഞ്ഞ്. റോസയും ചുമലയായിരുന്നു, അതെല്ലാം അങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനിയിപ്പം മഴയൊക്കെ പെയ്ത കാരണം വെള്ളം ഞാൻ രാവിലെയും വൈകുന്നേരമൊക്കെ കൊടുക്കുന്നത് കൊണ്ടിട്ട് മിക്കവാറും അത് തളര് വരുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നു. പിന്നെ ഇതൊക്കെ ഈ ചട്ടിക്കകത്ത് ചെടി ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ചെടികളൊക്കെ. ഞാൻ വന്നപ്പോഴത്തേനും ഇതൊക്കെ ഇങ്ങനെയായിരിക്കുക. ഇതൊന്നും ഒന്നിനും കൊള്ളില്ല. ഇതൊക്കെ നല്ല വലിയ പൂക്കളുള്ള ഒരുതരം ചെടിയാണ്. അതിൻ്റെ പേര് മറന്നു. ഇതെല്ലാം ഉണ്ടോ, ഇതെല്ലാം ഇങ്ങനെ നശിച്ച് ഇതെല്ലാം പോയി. ആ ചെടികളുണ്ട്, പച്ചച്ചെടികൾ മുഴുവൻ, എൻ്റെ ചുവട് മുഴുവൻ കരിഞ്ഞു. ഇനിയിപ്പോൾ ഒരു മഴ പെയ്തിട്ട് അതേ തൊടാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അനങ്ങാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ആ ചെടിയാണെങ്കിൽ എന്തോരം പൂക്കളുള്ള ചെടിയാണ് നോക്ക്. ഒരുതരം ഫ്ലവറിനുള്ള ഒരു വളമിട്ടതാണ്. ഇഷ്ടം പോലെ പൂക്കൾ കായ്ച്ചു. പക്ഷേ അത് ആ വെള്ളം ഇല്ലാതായപ്പോഴത്തേനും അതിൻ്റെ ഇലയടക്കം അതെല്ലാം കരിഞ്ഞു പോയി. ഈ ചെടികളൊക്കെ ഉണ്ടല്ലോ, ഇതിൻ്റെ ഒക്കാറ് കണ്ടോ, ഇതൊക്കെ നന്നായി വരുമോ നശിച്ചു പോവുമോ ഒന്നും അറിയില്ല. എന്നാലും വെയിൽ കൊണ്ടിട്ടുണ്ടായ സംഭവമാണ്, ചൂട് മൂലം ഉണ്ടായതാണ്. നശിച്ചു പോകുമെന്ന് അറിയില്ല. ഇത് കൂടി ചെടിയായിരുന്നു കേട്ടോ. ആ ചെടികളെല്ലാം ഉണ്ടായിരുന്നു, നല്ല 2 കളർ പൂക്കളായിരുന്നു. അതെല്ലാം പോയി. പിന്നെ ഇതൊക്കെ
കോയും മണ്ണും ഒക്കെ അങ്ങനെ എല്ലാത്തിനും ഒരു പഴുപ്പ് ചുവപ്പ് നിറം വീണായിരുന്നു. ഇതുകൊണ്ട് ഇതൊക്കെ ഉണങ്ങിയായിരുന്നു. ഇനിയിപ്പോൾ നന്നായി കിട്ടുമെന്ന് ഞാനങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പോകുന്ന പോകട്ടല്ലാതെ ഇപ്പം എന്നാ കാണിക്കുന്നത്. അപ്പോൾ പലയിടത്തും ഒന്ന് പോകാതെ ഈ ചെടിയെ ഇങ്ങനെ കണ്ടുമ്പോഴത്ത് നോക്കിയിരുന്നുകൊണ്ട് വല്ല കാര്യമുണ്ടോ. അപ്പോൾ പിന്നെ ഒന്ന് പോയി മഴ പെയ്യുമെന്ന് പ്രതീക്ഷിച്ചു. ഒന്നും നടന്നില്ല. നമുക്ക് മഴയും പെയ്തില്ല. ചെടികളെല്ലാം അങ്ങോട്ട് പോയി ഇതൊക്കെ എല്ലാം നശിച്ചു. ഇതൊക്കെ കുനിഞ്ഞ് നിന്നതാണ്. ഇതൊക്കെ കണ്ടോ, അതിൻ്റെ ചൂടൊക്കെ കണ്ടോ. ഇനിയിപ്പോൾ അത് തളുപ്പായി വരുന്നുണ്ട്. ഇതെല്ലാം പോയി. ഇനി ഇതിനെയൊക്കെ പറിച്ച് പുതിയ ചട്ടികളിലേക്ക് ആക്കി വെക്കണം. അതൊക്കെ അതിൻ്റെ നിറവും പോയി, അതിൻ്റെ ഇത് നിറച്ചുണ്ടായിരുന്നു, അതെല്ലാം നഷ്ടപ്പെട്ടു. ഇതാണെങ്കിലും ഇതുണ്ട്, ഇതെല്ലാം വെള്ളമില്ലാതെ അതൊന്നാമതേ അതിനെന്താണ്ടോ സംഭവിച്ചിട്ട് അതൊക്കെ നശിച്ചിരിക്കുക. ആ കൂടെ വെള്ളവും കൂടി ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് എല്ലാം പോയി, എല്ലാം നശിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. വൈറ്റാണ്. ഈ വൈറ്റിനെ കണ്ടോ ഇത്രമാത്രം അതിനെ അങ്ങോട്ട് ആക്കിയെന്നുണ്ടോ, മുഴുവൻ നശിച്ചു. ഇനി ഇതൊക്കെ നന്നായി കിട്ടുമോ അറിയില്ല. ഏതായാലും ഞാൻ അതേലും ഒന്ന് തൊടുന്നില്ല. ഇപ്പം നമുക്ക് ഇച്ചിരി കൂടെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഉണ്ടോ ഈ ചെടിയാണിത്, നിറച്ച് പൂവായിട്ട് നിന്നതാണ്. ഇന്നത്തെ ഇടയ്ക്കൂടെ ഓരോ ഇതെല്ലാം പോയി. ഇത് പച്ചച്ച് കിട്ടുമെന്നറിയില്ല. ഇനി ഇത് നല്ല വയലറ്റ് നിറത്തിലാണ് പൂവ് എന്നത്. ഈ പൂവ് കേട്ടോ, ഇതാണത്. എല്ലാം നശിച്ചു. ഈ ഇലച്ചെടി പോയി. അതിന് രക്ഷപ്പെട്ട് കിട്ടുമെന്ന് അറിയില്ല. ഇങ്ങനെ പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാം നശിച്ചു. ഈ ചെടി ഇങ്ങനെ ഇച്ചിരി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചു വന്നിട്ട് നമുക്കിപ്പം എങ്ങും പോകാതിരിക്കാൻ പറ്റുമോ. ഇതെല്ലാം നശിച്ചു. ഇനിയിപ്പോൾ ഒരു മഴ പെയ്തിട്ട് വേണം നമുക്കിതെല്ലാം ഒന്ന് ക്ലിയറായിട്ടൊന്ന് വെക്കാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ ഇതൊക്കെ കൊടുത്ത് അങ്ങോട്ട് ഒഴിവാക്കാൻ പോവുക. ഇനി ഈ കളറുകളൊക്കെ ചുമ്മാ ഇനിയിപ്പോൾ ഇതൊന്നും ഇവിടെ ഇനി വെച്ചുകൊണ്ടിരിക്കുന്നില്ല. ഇത് നല്ല പൂവായിരുന്നു, നല്ല ഭംഗിയുള്ള ചെടിയായിരുന്നു. ഇതോ അതിലും രസമായിരുന്നു. ഇതൊക്കെ ഞാൻ ഓരോരുത്തർക്ക് ഇനി ചുമ്മാ വെറുതെ കൊടുക്കുക. ആർക്കും പൈസയൊന്നും വേണ്ട, ഇത് കൂട്ട് തന്നാൽ മതി. അതിൻ്റെ ചാർജ് തന്നാൽ മാത്രം മതി, കൊറിയർ ചാർജ്. അങ്ങനെ എല്ലാവർക്കും ഞാൻ തന്നേക്കാം. ഇനി ഇത് ഇങ്ങനത്തെ ഒരു ചെടിയും ഞാനിനി വളർത്തുന്നില്ല. വളർത്തി കഴിഞ്ഞാൽ എനിക്ക് എവിടെയും പോകാൻ പറ്റുകയില്ല. അതാണ് എൻ്റെ മെയിൻ പ്രശ്നം. പിന്നെ ഇവർക്കൊന്നും വലിയ ക്ഷീണം സംഭവിച്ചില്ല കേട്ടോ. ചെത്തികളൊക്കെ എന്നാലും അവർക്ക് ക്ഷീണം ഉണ്ടായിരുന്നു. അതൊക്കെ അങ്ങനെ ഇതുണ്ട്. ഇതൊക്കെ നക്ഷത്ര ചെടിയാണ്. എന്നാ നല്ല പൂവൊക്കെ ഉള്ള ചെടിയാണ്. അതൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. ഇനി ഒരു ചൂട് കിട്ടിയത് കൊണ്ടിട്ട് അതിനെ പോകാതെ കഴിച്ചു കൂട്ടാം. ഇതൊരു ഓറഞ്ച് നിറത്തിലുള്ള ഒരു പൂവുള്ള ചെടിയാണ്. പക്ഷേ അതിന് പച്ചപ്പുണ്ട്, തളുത്ത് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ എല്ലാം നശിച്ചു പോയി. ഇത്രയും ചെടികൾ ഇവിടെ വന്ന് ഭംഗിയായിട്ട് നട്ടുകൊണ്ടൊരു സ്ഥലമാണ്. എല്ലാം പോയി. ആ സ്റ്റാൻഡ് തന്നെ ഉള്ളതെല്ലാം പോയി. ഓക്കെ, അപ്പോൾ ചെടികൾ വെക്കുന്നവർ ഇനിയും ശ്രദ്ധിക്കുക. നമുക്ക് വെള്ളം ഒഴിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ സ്പ്രേയറായിട്ട് ഇങ്ങനെ വെക്കാനൊക്കെ സൗകര്യമുള്ളവർ, എന്നാലും അതിനൊരു ഓണാക്കാനൊക്കെ ഒരാൾ വേണ്ടേ അല്ലേ. അങ്ങനെ നമുക്കിവിടെ ഇല്ലാത്തതാണ് നമുക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. സാരമില്ല, എല്ലാം പോയി. എന്നാലും തിരിച്ചു പിടിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ബൈ ബൈ. പിന്നെ ആകെ മനസ്സിന് സന്തോഷം തന്നത് ഇവിടെ കേട്ടോ. അവർക്ക് വലിയ ക്ഷീണമൊന്നും വന്നില്ല. അതവരുടെ ഇതിലെ ഇത് കൊണ്ടിട്ട് അവർ ജീവിച്ചു പോകുന്നത് കൊണ്ടിട്ട് ഞാൻ വന്നപ്പോഴത്തേക്കും കണ്ട പൂക്കളൊക്കെ ഇഷ്ടം പോലെയുണ്ട്. ഇതൊക്കെ നല്ല കട്ട പൂക്കളാണ്, കട്ട. ഇതൊക്കെ എന്നാ ഭംഗിയുള്ള പൂവെന്നുണ്ടായതുകൊണ്ട്. ഇനി ഇങ്ങനത്തെ മലകൊക്കെ നാട്ടുവെക്കൊക്കെ വേണമെന്നരികിൽ ഒരാഴ്ചക്ക് എവിടെയെങ്കിലും ഒന്ന് താമസിച്ചാലും നമുക്ക് ആ ചെടികൾക്ക് വലിയ ക്ഷീണമില്ലാതെ ഇരുന്നോളും. പക്ഷെ മുഴുത്ത ചട്ടിയിലേക്ക് ഇനി അതൊക്കെ നട്ടേച്ചിട്ട് ഞാനിനി ഈ മുഴുത്ത ചട്ടി നടാൻ പോവാം. എന്ന് വെച്ചിട്ട് ഇവരെയാണ് ഇനി ഞാൻ രക്ഷിച്ചെടുക്കാൻ പോകുന്നത്. എന്നാൽ പിന്നെ ഇത് നിറച്ചങ്ങ് വെക്കുകയാണെങ്കിൽ പൂവുണ്ടാകുമ്പോൾ ഉണ്ടാകട്ടെ, ഇല്ലാത്തപ്പം വേണ്ടെന്ന് വെക്കാം. എന്നാലും കണ്ടില്ല, നിറച്ച് പൂവും കായുമായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ കുറേ നാശങ്ങൾ വന്നു. ഇവർ എന്നെ സന്തോഷമാക്കി തന്നു. അതുകൊണ്ട് പിന്നെ സാരമില്ല. അവർക്ക് വെള്ളയിലാണ് ഈ കൊല്ലം പയർ വിരിഞ്ഞിരിക്കുന്നത്, വിത്ത് വിരിഞ്ഞിരിക്കുന്ന വെള്ളയിലാണ്.
ചുമലയിലൊക്കെ വിത്തൊന്നും കണ്ടില്ല. ഇതുകൊണ്ട് ഇതും ഒരു വെള്ളയിലാണ് ഇതെല്ലാം വിത്ത് കണ്ടത്. വെള്ളപ്പൂ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. എനിക്കൊരാൾ ഫേസ്ബുക്കിൽ നിന്ന് ഒരാൾ ആർക്കെങ്കിലും വേണമെന്നും ചോദിച്ചു വന്നപ്പോൾ ഒരു ചേട്ടൻ എനിക്ക് കുറച്ച് വിത്ത് 10 വിത്ത് തന്നതാണ്. 10 വിത്ത് അതിൽ 9 എണ്ണം മുളച്ചു. അതിൽ 1-2 എണ്ണം എങ്ങനെയോ പോയി, ബാക്കി ഉണ്ടായിരുന്നു. അത് മതി ഇക്കൊല്ലം എനിക്ക്. ഇനിയിപ്പോൾ ഇതിനകത്തെ വിത്തും കൂടെ അങ്ങനെ നട്ട് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പൂക്കളായില്ലേ. അങ്ങനെ നടാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. ഓക്കെ ബൈ ബൈ. ഇങ്ങനെ സങ്കടകരമായൊരവസ്ഥ കേട്ടോ. ഓക്കെ ബൈ.